മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ നിന്നും വീണ്ടും സ്ത്രീധന പീഡനത്തെ തുടർന്ന് നവവധു ജീവനൊടുക്കി. ഗ്വാളിയാറിലെ മൊറാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സുരയ്യാപുര നിവാസിയായ 21-കാരി പലക് രജക്കാണ് ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ചത്. കാർ ആവശ്യപ്പെട്ട് ഭർതൃ വീട്ടുകാർ യുവതിയെ നിരന്തരം പീഡിപ്പിക്കുന്നതായി കുടുംബം ആരോപിച്ചു. പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്നും ബന്ധുക്കൾ പരാതിപ്പെടുന്നു. 2025 ഏപ്രിൽ 14-നായിരുന്നു ഇവരുടെ വിവാഹം. കഴിഞ്ഞ മെയ് 12-നാണ് പലക്കിനെ ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ സിറ്റി പോലീസ് സൂപ്രണ്ട് അതുൽ കുമാർ സോണിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. സംഭവ ദിവസം യുവതിയെ ആദ്യം മൊറാർ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. എന്നാൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കുടുംബത്തിന്റെ ആവശ്യപ്രകാരം പിന്നീട് ബിർള ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കി. വിവാഹം കഴിഞ്ഞ് 3-4 മാസങ്ങൾക്കുള്ളിൽ തന്നെ പുതിയ വാഹനം വേണമെന്നാവശ്യപ്പെട്ട് ഭർതൃ വീട്ടുകാർ പലക്കിനെ നിരന്തരം മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നതായി പിതാവ് മോഹർ സിംഗ് വെളിപ്പെടുത്തി. സ്ത്രീധനമായി നൽകിയ സ്വർണവും പണവും ഭർതൃ വീട്ടുകാർ തടഞ്ഞുവെച്ചു. പെൺകുട്ടിയുടെ ഭർതൃപിതാവ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നും ഈ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ഏറ്റവും കർശനമായ നടപടി സ്വീകരിക്കണമെന്നും പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മെഡിക്കോ ലീഗൽ കേസ് റിപ്പോർട്ട്, ബന്ധുക്കളുടെ മൊഴികൾ, ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ശാസ്ത്രീയ തെളിവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഭർതൃ വീട്ടുകാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പോലീസ് സൂപ്രണ്ട് അറിയിച്ചു. രാജ്യത്ത് യുവതികൾക്കും നവവധുക്കൾക്കും നേരെയുള്ള സ്ത്രീധന പീഡനങ്ങളും ദുരൂഹ മരണങ്ങളും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ സംഭവവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ മാസം ആദ്യം ഭോപ്പാലിൽ 33 വയസ്സുകാരിയായ ടുഷ ശർമ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനും മുൻ ജഡ്ജിയായ ഭർതൃമാതാവിനുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു. സമാനമായി ഗ്രേറ്റർ നോയിഡയിൽ നവവധുവായ ദീപിക കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച സംഭവത്തിൽ ഭർത്താവിനെയും ഭർതൃപിതാവിനെയും കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.